ഞാൻ ആരോ ആണെന്ന് ജനങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടൊരു ധാരണ വന്നുപോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ ധാരണയെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? തോൽപാത്രം എന്റെ അരക്കെട്ടിൽ കെട്ടിയിട്ട് പാവങ്ങൾക്ക് പാലും വെള്ളവും കൊടുക്കാൻ ഞാൻ ഇറങ്ങി നടക്കുന്നതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരായിരുന്നു. ഇന്നുമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രിയപ്പെട്ട കുഞ്ഞ് കരഞ്ഞിട്ടില്ല. കരുനാഗപ്പള്ളിക്കാർക്ക് അത്ഭുതങ്ങൾ ഒന്നും രണ്ടും ഒന്നല്ലല്ലോ നിങ്ങളെ കണ്ടുകൊണ്ട് കാണുന്നത്. ഓച്ചറയിലെ സഹോദരിയല്ലേ ജന്നത്തുൽ ബഖീയിൽ കിടക്കുന്നത്. ആ സഹോദരിയുടെ കൂടെ ഒരു സുഡാനി കുഞ്ഞിനെ കൊണ്ടുവന്ന് അടക്കിയിട്ട് ആ കുടുംബത്തിനെ അള്ളാഹു എത്ര പെട്ടെന്നാണ് സമാധാനിപ്പിച്ചത്. ആ കുടുംബത്തിന് കരയാൻ നേരമില്ല. ആ കുടുംബത്തിന് ആ മകളുടെ സന്തോഷത്തെ കുറിച്ച് ഓർക്കാനാണ് നേരം. അതാണ് അള്ളാഹു. എന്തൊരു അത്ഭുതമാണ്. ചിന്തിച്ചിട്ട് എനിക്കാണെങ്കിൽ ചിന്തിച്ചിട്ട് അതിങ്ങനെ ആലോചിക്കുമ്പോണ്ടല്ലോ എന്റെ ഹൃദയം പിടയ്ക്കുന്നുണ്ട്. ജന്നത്തുൽ ബഖീൽ ആ സഹോദരി ഇടയ്ക്ക് കിടത്തുമ്പോൾ ജനിച്ചിട്ട് കുറച്ച് ദിവസം മാത്രം പ്രായമായ ചോരയുടെ മണം മാറാത്ത കുഞ്ഞ് സുഡാനി കുഞ്ഞിനെ പൊതിഞ്ഞ് ആ മയ്യത്തിന്റെ കൂടെ ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ സഹോദരിമാരെ, അതിലൊക്കെ അല്ലാഹുവിന്റെ വലിയ തർത്തീബുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ചെറിയ കാര്യമല്ല. ആ സഹോദരൻ ഫോണിലൂടെ വിളിച്ചു പറയാണ്, ഉസ്താദെ, ഭാര്യയുടെ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞിനെ ചേർത്ത് വെച്ച് കിടന്നുറങ്ങുക. ജീവിതത്തിൽ അത് അല്ലാഹു കൊടുത്തില്ല. അവൾക്ക് മരിച്ചതിന് ശേഷം അവൾക്ക് അത് അല്ലാഹു കൊടുത്തത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു ഉസ്താദെ. ഇതൊക്കെ അല്ലാഹുവിന്റെ തർത്തീബാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തുവാണെന്നൊക്കെ ഒരു തോന്നൽ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ജനിക്കുന്ന എത്രയോ വൈകല്യമുള്ള കുഞ്ഞുങ്ങളിൽ ഒരാളായിട്ട് ഞാനും ജനിക്കുമായിരുന്നു. പക്ഷെ അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തി. മലബാറിലെ ഒരു പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞതാണ്, എന്റെ മക്കളെ ഒന്ന് സ്നേഹസാഗരത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, പുതിയ ബിൽഡിംഗ് ഒന്ന് ഉദ്ഘാടനമായാൽ നമുക്ക് ആലോചിക്കാം. പഴയ ബിൽഡിംഗിൽ നിങ്ങളുടെ മക്കളെ ഇടാനുള്ള സൗകര്യമില്ല. മാനസിക രോഗമാണ്. ചങ്ങലക്കിട്ടില്ലെങ്കിൽ മനുഷ്യനെ കടിച്ചു കീറുന്ന മൃഗമായി മക്കൾ മാറുന്ന മാനസിക രോഗമാണ്. ആ ഉമ്മ പറയാണ്, ഉസ്താദെ, എവിടെയെങ്കിലും പോകുമ്പോ മക്കളെ ചങ്ങലയിട്ട് കെട്ടിയിട്ട് പോകുന്നത് മടുത്തു. എനിക്കതിന് കഴിയുന്നില്ല. ആഹാരം കൊണ്ട് ചെല്ലുമ്പോ ചിലപ്പോ അടിക്കും, ചിലപ്പോ കടിക്കും. എന്നാലും ഞാൻ സഹിക്കാണ് ഉസ്താദെ. ലോകത്തൊരു ഉമ്മാക്കി അതിനൊക്കെ പറ്റൂ. എന്റെ മക്കൾക്ക് വിഷം കൊടുത്തു കൊല്ലാൻ ഞാൻ ഒരുക്കവല്ല ഉസ്താദെ. അതുകൊണ്ട് എന്റെ പൊന്നോമന മക്കൾക്ക് ഒരു അഭയം ഞങ്ങൾ കൊടുക്കൂ. ചോദിക്കാം. ലോകത്തിങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോ നല്ല തണ്ടും തടിയും തന്റെ ഇടവും പണവും സൗന്ദര്യവും ഉയരവും ഭാരവും ഒക്കെയുള്ള നിന്നെ അല്ലാഹു പടച്ചു. നീ എന്തോ ആണെന്ന് തോന്നി നടക്കാൻ വേണ്ടിയിട്ടല്ല, കരയാൻ വേണ്ടിയിട്ടാണ്, നന്ദിയുള്ളവനാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കരുനാഗപ്പള്ളി എടുത്ത് തിരിച്ചു വെക്കാനല്ല. നിന്റെ നടത്ത കണ്ടാ തോന്നും നീയാണ് അള്ളാഹുവിനെ പടച്ചത്. അങ്ങനെയാണ് തോന്നിപ്പോവാ. കുറച്ച് പൈസ വരുമ്പോ എന്തൊരു മാറ്റമാണ് നമുക്ക് വരുന്നത്. സുബ്ഹാനല്ലാഹ്. പെട്ടെന്നാണ് മാറ്റം ഉണ്ടാകുന്നത്. പെട്ടെന്ന്. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ സമാധാനമായിട്ട് ഇങ്ങനെ കരഞ്ഞൊക്കെ ഇരിക്കുന്നത്. വയറ്റിൽ വലിയ ക്ഷീണമൊക്കെ വന്നു തുടങ്ങി. വെള്ളമൊന്നും കുടിച്ചില്ല, ജ്യൂസൊന്നും കുടിച്ചില്ല, വിശപ്പൊക്കെ വന്നു തുടങ്ങി. വലിയ ആഡംബരമുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളൊന്നും ഇല്ല. അപ്പൊ വലിയ വിനയത്തോടു കൂടി വാദങ്ങനെ കേട്ടിരിക്കുന്നു. കുറച്ച് സാധനം ഉള്ളിലോട്ട് ചെല്ലട്ടെ, കുറച്ച് ആഭരണങ്ങളൊക്കെ വരട്ടെ, വസ്ത്രത്തിന്റെ മോഡലൊക്കെ ഒന്ന് മാറട്ടെ. അപ്പൊ തന്നെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് നിങ്ങൾ പറയും, എന്നാ ഉസ്താദ് നിങ്ങൾ വാത് പറഞ്ഞോളൂ, എനിക്ക് അത്യാവശ്യമായിട്ട് കുളിച്ച് ചെയ്യാനുണ്ട്. പുറത്തിറങ്ങി പോകും. അന്നേരം നിങ്ങൾക്ക് വാതും പ്രശ്നമല്ല, റമദാനും പ്രശ്നമല്ല. അതുകൊണ്ട് മാസത്തിൽ ഒരിക്കൽ ഈ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടിയാണ് വർഷത്തിൽ ഒരിക്കൽ അള്ളാഹു നോമ്പ് നിർബന്ധാക്കിയത്. നിങ്ങളിങ്ങനെ പോയാൽ പറ്റൂല, കുറച്ചുപേരെങ്കിലും എനിക്ക് തിരിച്ചു പിടിക്കണം. അതിനാണ് സർവീസ് ഒക്കെ ചെയ്ത് കുടലും വയറും കരളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഹൃദയവും ഹാർട്ടും കംപ്ലൈന്റ് ഒക്കെ ഒന്ന് മാറ്റി വീട്ടിനകത്തിരിക്കുന്ന ഖുർആന്റെ പൊടിയൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കി മാഷാ അല്ലാഹ് 27 രാവിലെ അകത്തോട്ട് കയറ്റി വെച്ചാൽ പിന്നെ അടുത്ത റമദാൻ ഒന്നിനാണ് പുറത്തെടുക്കുക. എന്നാലും അങ്ങനെയെങ്കിലും എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് റെഡിയാക്കി വർഷത്തിൽ ഒരിക്കൽ അങ്ങനെയെങ്കിലും ആകട്ടെ എന്ന് കരുതിയിട്ടാണ്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ്? അട്ടയാകും കിബർ കൽബിൽ ഒട്ടിടാതെ നോക്ക്. അട്ടയാകും കിബർ കൽബിൽ ഒട്ടിടാതെ നോക്ക് എന്ന് പറഞ്ഞാൽ
അട്ട നമ്മൾ ഈ വയനാടൊക്കെ പോകുമ്പോൾ ചില പാർക്കിലൊക്കെ പോകുമ്പോൾ അട്ട കാലിൽ പറ്റി പിടിച്ചിരിക്കും. പിന്നെ ഇളകി പോകാൻ വലിയ പ്രയാസമാണ്. ഉപ്പൊഴിക്കണം, തീപ്പെട്ടി കത്തിച്ച് വെക്കണം എന്നൊക്കെ പറയും. അതെന്തോ ആവട്ടെ, കാല് കത്തിച്ച് കളയരുത്, അട്ടങ്ങിറങ്ങി പൊയ്ക്കോളും. ഈ സാധനം ഇങ്ങനെ ഒട്ടിയിരിക്കും. ഒട്ടിയിരുന്നാൽ പിന്നെ അത് പിടിച്ച് ഇങ്ങനെ വലിച്ചിളക്കാൻ പ്രയാസമാണ്. അതിനെയാണ് കിബറായിട്ട് മഹാന്മാർ എഴുതി വെക്കുന്നത്. അട്ടയാകും കിബർ കൽബിൽ ഒട്ടിടാതെ നോക്ക്. അട്ടയാകുന്ന കിബർ നിന്റെ ഹൃദയത്തിൽ അങ്ങോട്ട് ഒട്ടിപ്പോയാൽ പിന്നെ പെട്രോളും ഉപ്പൊന്നും ഒഴിച്ചിട്ട് ഇളകി വരാതെ ഇങ്ങനെ കട്ടിയായി പോകും ചില സമയത്ത്. അട്ടയാകും കിബർ കൽബിൽ ഒട്ടിടാതെ നോക്ക്. ഒട്ടിയെന്നാൽ ഓട്ടയാകും നന്മ നിറയണ ചാക്ക്. ഒട്ടി എന്നാൽ നന്മ നിറയേണ്ട ചാക്കാകുന്ന ഹൃദയത്തിൽ ഓട്ട വീഴും. മഹാന്മാര് പറയാണ്, നന്മ ഊർന്നു പോയിട്ട് ഓട്ടയായിട്ട് നന്മയുള്ള ചാക്ക് മുഴുവനും കാലിയാകും. നേട്ടമെല്ലാം കോട്ടമായി തീർന്നിടുന്നൊരു വാക്ക്. വെട്ടം നീങ്ങിയിരുട്ടിലാകും ഞാനു കേറിയ പോക്ക്. എല്ലാ നേട്ടങ്ങളെയും കോട്ടമാക്കി മാറ്റും എന്ത്? ഞാൻ 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 എന്ന ഒരു തോന്നലും ഒരു പറച്ചിലും. എല്ലാ നേട്ടങ്ങളും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുകയാണ്, ഞാൻ പറയാം, എന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം ഞാൻ സ്നേഹസാഗരം തുടങ്ങി. അതിങ്ങനെ വളർന്നു ഇവിടം വരെ എത്തി 8 വർഷമായി. ഞാൻ നിങ്ങളോട് പറയാണ്, അതിന്റെ പിന്നിൽ ഞാനാണ്. ഞാനില്ലെങ്കിൽ സ്നേഹസാഗരമില്ല. ഞാൻ എത്രയാണ് അതിനുവേണ്ടി റിസ്ക് എടുക്കുന്നത്. ഞാൻ 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 അങ്ങനെ അടിച്ച് ഞാൻ അങ്ങോട്ട് കയറ്റിക്കഴിഞ്ഞാൽ ആ നന്മയെല്ലാം വെറും, നേട്ടമെല്ലാം വെറും കോട്ടമായി പോകും. ഈ ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ കോട്ടമായി പോകുന്നു. സുബ്ഹാനല്ലാഹ്, എത്രയാണ് നമ്മൾ അങ്ങനെ നശിപ്പിച്ചത്. എത്ര നന്മകളെയാണ് ഇല്ലാതാക്കിയത്. ഞാനില്ലെങ്കിൽ ഈ പള്ളിയുടെ അവസ്ഥ എന്താകുമായിരുന്നു? ചില ആളുകൾ പറയൂലേ, സുബ്ഹാനല്ലാഹ്, ഞാനില്ലെങ്കിൽ കാണാം ഇവിടുത്തെ ഇഫ്താറും തറാവിയൊക്കെ. ഞാൻ അങ്ങോട്ട് മാറി നിന്ന് നോക്കട്ടെ, ഒരു മാസം കാണാം എന്ന് പറയില്ല ചില ആളുകൾ. ഒന്നും സംഭവിക്കാനില്ല. ഇതിനെക്കാളും വലിയ വലിയ വിടായി പറഞ്ഞവരൊക്കെ അതാ അവിടെ കിടപ്പുണ്ട് 6 അടി മണ്ണിനകത്ത്. സുബ്ഹാനല്ലാഹ്, അവിടെ ഉണ്ടോ, നശിച്ചോ, തുരുമ്പിയോ, എല്ലോ കല്ലോ ഒന്നും പറയാൻ പറ്റൂല. ചെന്ന് നോക്കിയാൽ മതി, കാണാം. ഇതിനേക്കാളും വലിയ ചാട്ടം ചാടി വരാ. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. എന്തായിരുന്നു ദുനിയാവിൽ കാണിച്ചത്? എന്തൊക്കെയായിരുന്നു വീരവാദം മുഴക്കിയത്? ആരായിരുന്നു നീ എന്ന്, ഏത് രീതിയിലൊക്കെയാ നീ പറഞ്ഞു നടന്നത്? ഇന്ന് സുബ്ഹാനല്ലാഹ്, ആ ഖബറിന്റെ മുകളിൽ എന്താണ് കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ? കന്നുകാലികൾ വന്നതിന്റെ മുകളിൽ മുളച്ചു നിൽക്കുന്ന പുല്ല് തിന്നുകൊണ്ട് പോയിട്ടില്ലേ? എന്നെക്കാലത്രയോ എടുത്തു മറിച്ചവരാണ്, പള്ളി മറിച്ചവരാണ്, കരുനാഗപ്പള്ളി മറിച്ചവരാണ്. ഇവിടുത്തെ രാജാവാണ്, ജേതാവാണെന്ന് പറഞ്ഞ് നടന്ന പെണ്ണാണ്, ആണാണ്. കുടുംബത്തിൽ ഞാൻ വന്നതിന് ശേഷമാണ് കുടുംബത്തിലെ റാഹത്തുണ്ടായത്. താത്തമാരുടെ അഭിപ്രായമാണ്, നിങ്ങൾ എന്നെ കെട്ടിയില്ലെങ്കിൽ കാണാമായിരുന്നു, ഞാനല്ലായിരുന്നു നിങ്ങളുടെ ഉമ്മയുടെ മുമ്പിൽ മരുമോളായിട്ട് വന്നതെങ്കിൽ ആ ഉമ്മ എന്നോ ഖബറിൽ പോകുമായിരുന്നു എന്നൊക്കെ ചില സഹോദരിമാര് പറയുന്നത് അഹങ്കാരത്തിന്റെ വർത്തമാനമാണ്. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ദുഹാനിസ്കരിക്കാൻ മുസല്ലയും കൊണ്ട് റൂമിൽ പോയിട്ട് കാര്യമൊന്നുമില്ല. ഞാനല്ലായിരുന്നു നിങ്ങൾ കെട്ടിയതെങ്കിൽ നിങ്ങളുടെ പരട്ട ഉമ്മ എന്നെ ഖബറിൽ പോവായിരുന്നു എന്ന് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാൽ എവള് ദുഹാനിസ്കരിച്ചിട്ട് കാര്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പറയൂലേ? നിങ്ങൾ അങ്ങനെ പറയൂലേ? സഹോദരൻ ഭർത്താക്കന്മാരും പറയും, പക്ഷെ കൂടുതൽ പറയുന്നത് സഹോദരിമാരാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. അല്ലാഹുവിന്റെ ഇബാദത്തിൽ നിന്ന് അഹങ്കാരത്തോടുകൂടി മാറിപ്പോകുന്നവർ, ഇബാദത്ത് ചെയ്യാതെ പിന്തിരിഞ്ഞു പോകുന്നവർ, ധിക്കാരത്തോടെ നസീഹത്തിൽ നിന്ന് ഓടി അകലുന്നവർ, എല്ലാ നന്മയിൽ നിന്നും അകന്നകന്നു പോകുന്നവർ, അവര് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന രംഗത്തെ കുറിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, പാവപ്പെട്ട ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരത്തിന്റെ അണുവളവെങ്കിലും ഉണ്ടെങ്കിൽ നീ മാറ്റണേ റബ്ബേ. ഹദീസിൽ അങ്ങനെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ.
ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ നരകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ആ സ്വഭാവിയാണെങ്കിൽ നരകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സ്വഭാവത്തിന്റെ അണു അളവ് നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്കാലു ദർറത്തിൻ മിൻ കിബർ. അഹങ്കാരത്തിന്റെ ഒരു അണു അളവെന്ന് പറഞ്ഞാ കടുകുമണിയേക്കാൾ ചെറുത്, കടുകുമണിയേക്കാൾ ചെറുത് നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിനക്ക് സ്വർഗത്തിൽ കടക്കൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹങ്കാരത്തിന്റെ അണു അളവ് മതി. പൂർണ്ണമായും ഒരു വലിയ അഹങ്കാരിയായിട്ടല്ല ഈ പറയുന്നത്, ചെറിയ ഒരു അഹങ്കാരം, എനിക്കെന്തോ ഉണ്ട്, ഞാൻ എന്തോ ആണ് എന്നൊരു തോന്നൽ മാത്രം വന്നാൽ മതി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകാൻ പോകുന്ന സമയത്ത് നടന്ന ഒരു സംഭവമാണ്. മസ്ജിദുൻ നബവിക്കകത്ത് കത്തിക്കുത്തേറ്റ് കിടക്കുകയാണ് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കുടൽ പുറത്ത് ചാടി വെള്ളമൊക്കെ രക്തമെല്ലാം പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം നഷ്ടപ്പെടുകയാണ്. ആ ബോധം തിരികെ വന്നപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഒരാൾ തന്നെ കണ്ടിട്ട് നടന്നു പോവുകയാണ് പള്ളിക്ക് പുറത്തേക്ക്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ തളർന്നുപോയ കൈ ഉയർത്തിയിട്ട് അയാളെ തിരിച്ചു വിളിക്കാൻ പറയുന്നു. അയാൾ മടങ്ങി വരുമ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യനോട് പറയുകയാണ്, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ വലിച്ചടക്കുന്നുണ്ട്, അത് നിന്റെ ഉള്ളിൽ അഹങ്കാരമുള്ളത് കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉയർത്തിക്കെട്ടണേ മോനെ. ഈ ഒരു സ്വഭാവം മതി അല്ലാഹു നിനക്ക് നരകം തരാനെന്ന്. കുടല് പുറത്തു വന്ന് രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, എല്ലാ ഭാഗവും ശ്രദ്ധിക്കണം ചെറുപ്പക്കാരാ, എല്ലാ മേഖലയും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവര്. നിങ്ങളിൽ അഹങ്കാരമുണ്ടോ എന്നറിയാൻ ഒന്ന് രണ്ട് ചെറിയ ഉപമകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ദുആയിലേക്ക് വരാം. ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ദുആയിലേക്ക് വരാം. ഒന്ന് തന്റെ സമന്മാരുമായി ചർച്ച നടത്തിയാൽ മറ്റുള്ളവർ പറയുന്നത് ശരിയാണെന്ന് സമ്മതിച്ചു കൊടുക്കാത്ത ഒരാൾ, സമ്മതിച്ചു കൊടുക്കാത്ത സമന്മാരെന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കുറച്ച്, ഇപ്പൊ ഞാൻ കബീർ ബാക്കവി, പിന്നെ കുമ്മന ഉസ്താദ്, സിറാജുദ്ദീൻ കാസിമി, നവാസ് ബന്നാനി, അങ്ങനെ ഒരു പ്രവാചകർ സമന്മാരായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അതിൽ ഹാഫിദീങ്ങളുണ്ട്, വലിയ വലിയ ആലിമീങ്ങളുണ്ട്, അതൊക്കെ പോട്ടെ. പ്രസംഗീകരെന്നുള്ള രീതിയിൽ ഒരു സമന്മാരായിട്ട് കണക്കാക്കാം. ഉദാഹരണം, എല്ലാ ഉദാഹരണവും നിങ്ങളെ കുറിച്ച് പറയാൻ പറ്റൂലല്ലോ, ചില ഉദാഹരണം നമ്മളെ കുറിച്ചും പറയണ്ടേ. അങ്ങനെ നമ്മളൊരു കമ്മിറ്റി, ഒരു ചർച്ച നടക്കുകയാണ്, നമ്മൾ ഉസ്താദന്മാരെല്ലാവരും ഉണ്ട്. അപ്പൊ ഇതിൽ ഒരാൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളവർ പറയുന്നത് അംഗീകരിക്കുന്നില്ല, ബാക്കിയുള്ളവർ പറയുന്നത് വിശ്വസിക്കുന്നില്ല. ഇയാള് പറയുന്നത് മാത്രം ബാക്കിയുള്ളവർ കേൾക്കണം. അത് അഹങ്കാരത്തിന്റെ അടയാളാണ്. കമ്മിറ്റിയിലുണ്ട് അങ്ങനെ സ്വഭാവം, കുടുംബത്തിലുണ്ട് അങ്ങനെ സ്വഭാവം. കുടുംബശ്രീക്ക് പോകുമ്പോൾ കാണാം, ഞാൻ പറയണത് മാത്രം എല്ലാവരും കേൾക്കണം, ബാക്കിയുള്ളവരൊന്നും മിണ്ടാൻ പാടില്ല. ബാക്കിയുള്ള താത്തമാരൊക്കെ റോബോട്ട് പോലെ വന്നിരിക്കണം. അത് അഹങ്കാരത്തിന്റെ അടയാളം. കമ്മിറ്റിയിൽ രാഷ്ട്രീയമാണെങ്കിലും, പള്ളി കമ്മിറ്റി ആണെങ്കിലും, പാർട്ടി ആണെങ്കിലും, സംഘടനയാണെങ്കിലും, നാട്ടിലെ പ്രവർത്തനമാണെങ്കിലും, എന്താണെങ്കിലും സമന്മാരായ കുറച്ച് ആളുകൾ, ഒരു 10-20 പേര് ഒരുമിച്ചിരിക്കണം. എന്നാൽ ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാൻ എനിക്ക് സമയമില്ല. അതിങ്ങനെ കേട്ടിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ചാടി എന്നിട്ട് മേശ 2 അടിയൊക്കെ അടിക്കും. ഇത് കേട്ടിരിക്കാൻ പറ്റാത്ത ഒരു അഹങ്കാരികളാണ്. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ കഴിയാത്തവര് അഹങ്കാരികളാണ്, കേട്ടിരിക്കാൻ കഴിയാത്തവര് അഹങ്കാരികളാണ്. ചില ഭർത്താക്കന്മാര് പറയൂലേ ഭാര്യയോട്, നീ ഒന്നും പറയണ്ട, നിന്നെ പറയണത് കേൾക്കാൻ വേണ്ട, മിണ്ടരുതെന്ന് പറയൂലേ. ഇത് ഭർത്താവിന് അഹങ്കാരം ഉള്ളത് കൊണ്ടാണ്. ഇതേ സ്ഥലത്ത് ചില ഭാര്യമാരും പറയും, അകത്ത് പോ മനുഷ്യ, കിടന്ന് ഖണാക്കാതെ പോ, ഇത് പറയൂലേ. ചില ഭാര്യമാര് പറയും, ആണിനെ വളച്ചൊതുക്കി ഭാര്യയുടെ മണിപ്പേഴ്സിനകത്ത് വെച്ചിരിക്കുന്ന ചില താത്തമാരുണ്ട്. കാരണം അപ്പോൾ ഇത് കുറവൊന്നുമല്ല, ഉണ്ട്. താത്ത ചരട് വലിക്കും. ഉസ്താദിന്റെ പ്രസംഗം കേൾക്കുമ്പോ പള്ളി, ജുമാഅത്ത് പള്ളി വന്നിരുന്നിട്ട് 2 ലക്ഷം രൂപ ഞാനെന്ന് പറ കൈവെക്കും. വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യ പറയും, എവിടെ 2 ലക്ഷം രൂപ, അങ്ങനെ മുണുക്ക്